ജീവനക്കാരനായിട്ട് കഴിഞ്ഞ സെക്രട്ടറി അത്യാവശ്യം എഴുത്തും സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ PG എടുക്കാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. 2 PG മക്കളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ PGക്ക് പഠിച്ചിട്ടിരിക്കുകയാണ്. അവസാനം വേദിയിൽ ഇരിക്കേണ്ട ഒരു സദസ്സിനെ കൊഴുപ്പിക്കാൻ വേണ്ടി സദസ്സിൽ ഇരിക്കുന്ന ബഹുമാനിയെ, മറ്റ് സുഹൃത്തുക്കളെ, കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു സദസ്സാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ 8 മണിയോട് നടക്കുന്ന സമയത്ത് വീട്ടമ്മമാരടക്കം പ്രമുഖരായ ആളുകൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥവും എനിക്ക് ഊഹിക്കാൻ കഴിയും. ഈ വൈകിയ വേളയിൽ മനസ്സ് മടുക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ 7 മണിക്ക് ഭക്ഷണം കഴിച്ചില്ലേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല ആളുകളൊക്കെ ഉണ്ടാവും. വാർദ്ധക്യത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള ആളുകളുടെ വായിക്കോട്ടാക്കി വിടുന്നു, തെരുതെരെ വാച്ചിൽ നോക്കുന്നു. ഇതൊക്കെ അതിൻ്റെ അർത്ഥം എനിക്ക് വീട്ടിൽ പോകാറായി എന്നാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഈ സമയത്ത് ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നമ്മുടെ ഷിബു സാർ എന്നോട് പറഞ്ഞു ഒരു പുസ്തകം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുസ്തകം അവതരിപ്പിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു 6 മണിക്കൂർ സമയം തരുമായിരിക്കും. തന്നെയല്ല മറ്റധികം പേരും കാണിയില്ല, 1-2 ആളെ കാണുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പറഞ്ഞു ബാബു സാറെ പല പരിപാടികളും എന്തോ ഗ്യാപ്പൊക്കെ വന്നുകൊണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഒരു 15 പേര് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ബാബു സാർ ഒരു 10 മിനിറ്റ് കൊണ്ട് പുസ്തകം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇതുവരെ ഒരു പുസ്തകമൊന്നും അവതരിപ്പിച്ച് സംസാരിച്ചിട്ടില്ല, അതിനൊരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പുസ്തകം ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മുടെ കൂടുതൽ ആളുകൾ വായിക്കാനൊക്കെ തുടങ്ങുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കഥ പറയാം. കഥ പറയാവുന്നതുകൊണ്ട് ആരും നീണ്ടുപോകുമെന്ന് വിചാരിക്കേണ്ട, ഇപ്പം നിർത്തുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 1984 ഒരു കടയിലിരുന്ന് 2 കാരണവന്മാർ പറയുന്നു, ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകം, ആ പുസ്തകത്തിന് മലയാളമുണ്ട്. അപ്പം അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം, ഈ പുസ്തകം എൻ്റെ പൊന്നെ വായിക്കണം. നമ്മളറിയുന്ന ഗാന്ധി ഒന്നും അല്ലെന്നേ ഈ ഗാന്ധി. അതുപോലെ ഓരോ കഥകളെ സംബന്ധിച്ച് വളരെ വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന നിലയിൽ അടക്കം പറയുന്ന പോലെ ഇത് പറയുന്നു. മഹാത്മാഗാന്ധിയെ പോലെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവിനെ കുറിച്ചുള്ള ആ കാര്യം ആയതുകൊണ്ടായിരിക്കാം അവരടക്കം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും പല കാര്യങ്ങളും ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നു. അപ്പം പറയുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളുമൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധി മനു എന്ന മരുമകളുടെ കൂടെ വൈകുന്നേരം പൂർണ്ണ നഗ്നയായിട്ട് മോളെ വെച്ച് കിടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് അത് മഹാത്മാഗാന്ധി തൻ്റെ ഈ മനസ്സിൻ്റെ ബലം എങ്ങനെയൊക്കെ ആരുടെ കൂടെ എങ്ങനെയൊക്കെ കിടന്നാലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പവർ അദ്ദേഹം ആർജിച്ചെടുക്കുന്നതായിരുന്നു അങ്ങനെ കിടന്നത് എന്ന് പറയുന്നു. എങ്കിലും ഒരു ദിവസം എനിക്ക് മഹാത്മാഗാന്ധിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എന്നോട് ഈ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ, ഗാന്ധിജിയായിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഗാന്ധിജി സമ്മതിക്കുന്ന വിവരവും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പം നമുക്ക് ഇത് ശരിയാണോ, ഈ പുസ്തകം ഇങ്ങനെ പറയുന്നുണ്ടോ, ഈ വൃത്തന്മാരിങ്ങനെ നുണ പറയുന്നതാണോ എന്നൊരു ആകാംക്ഷ. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് സ്കൂളിൽ 212 മാർക്കാണ് SLC എനിക്ക് കിട്ടിയത്. അപ്പോൾ 2 മാർക്ക് 222, അത്രയും മാർക്കേ കൂടുതൽ കിട്ടിയുള്ളൂ. പുസ്തകം വായിക്കാൻ നമുക്ക് സമയം കുറവായിരുന്നു. കൂലിപ്പണിക്കാരൻ്റെ മകനെന്ന നിലയിലും രാവിലെ ചിരട്ട പൊളിച്ചിട്ട് സ്കൂളിൽ പോകേണ്ടൊക്കെ ഗതികേടുമൊക്കെ വിഷമം കൊണ്ടൊക്കെ, പിന്നെ അത് മാത്രമല്ല അതിലും സാഹചര്യം കുറഞ്ഞവർക്കൊക്കെ 10 വലിയ മാർക്ക് കിട്ടിയവരുണ്ട്. അപ്പം ഞങ്ങൾ ന്യായീകരിച്ച് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 1000 പേജുള്ള പുസ്തകം അന്ന് എനിക്ക് വായിക്കാൻ തോന്നിയത് ഇങ്ങനെയുള്ള ഈ അടക്കം പറച്ചിൽ. മഹാത്മാഗാന്ധി നൃത്തം പഠിച്ചിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കല്ലേ പുസ്തകം? വായിച്ച ഒരു കുറച്ച് പേര് കാണിയില്ലേ?
ഉണ്ടാകും അല്ലേ? ഈ മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ പോയപ്പം അദ്ദേഹത്തിന് ഈ സായിപ്പന്മാരുടെ കൂടെയൊക്കെ അവരുടെ സംസ്കാരം വെച്ച് നൃത്തമൊക്കെ പഠിക്കണം. ഗാന്ധിജി നൃത്തം ഈ ഉത്തരവൃത്തനായ മനുഷ്യൻ അന്ന് നൃത്തമൊക്കെ പഠിച്ചിരുന്നു. പിന്നെ ആട്ടിറച്ചി തിന്നില്ലേ നാണക്കാട് അവിടുത്തെ സംസ്കാരം. ആട്ടിറച്ചി തിന്നു. ഒരു ദിവസം ആട്ടിറച്ചി തിന്നിട്ട് രാത്രിയിൽ മഹാത്മാഗാന്ധി വയറ്റി കിടന്ന് ആട് എമ്മേന്ന് കാറുന്നതായിട്ട് തോന്നി. ഗാന്ധിജി വലിയ ബുദ്ധിമുട്ടായി ഇറങ്ങിയ കഥ. ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ തീക്ഷ്ണമായ കഥ ഈ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും എഴുതി വച്ചിരിക്കുന്നതിന് വെറുതെയൊന്നുമല്ല. ടണ്ണ് കണക്കിന് രേഖകൾ തങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. കാരണം ഇത് വലിയ പ്രശ്നം. നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് നമ്മൾ എഴുതിയ ആർക്കാ കേസ് കൊടുക്കാൻ പാടില്ലാത്തത്? അതുപോലെ പല പല വിഷയങ്ങളിലും പാട്യാല രാജാവ് ആ കുളത്തിൽ കുളിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചവർക്കറിയാം. പൂർണ്ണ നഗ്നരായ 4 പെൺകുട്ടികൾ 4 മൂലയ്ക്ക് നിന്ന് ജലക്രീഡകളിൽ താല്പര്യരായ യുവതികൾ കൂട്ടത്തിൽ കുളിക്കണം. അതൊക്കെ ആ പാട്യാല രാജാവിനെ കുറിച്ച് എഴുതുമ്പം ഈ അന്യരാജ്യക്കാരനായ ഈ എഴുത്തുകാരെ കൊന്നില്ലെങ്കിലേ ഉള്ളൂ. അപ്പം അതിനെല്ലാം തെളിവുകൾ സഹിതമായിരുന്നു ഈ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ഇതൊക്കെ എഴുതിയത്. ഞാൻ ചുരുക്കി പറയാം, ഏറ്റവും അവസാനം മഹാത്മാഗാന്ധിയെ കൊല്ലാൻ വേണ്ടി നാഥുറാം ഗോഡ്സെ തയ്യാറെടുക്കുന്ന സമയത്ത് ഇതിന് സഹായി ചോദിക്കുന്നു, എടാ നീ ഇപ്പോൾ ഉടനെ 1 മണിക്കൂറിനെ കൊല്ലാൻ പോവാ ഗാന്ധിജിയെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോൾ നമ്മൾ ഓർക്ക് എന്ത് ഈ ആഗ്രഹം എന്നാരാൻ പറയാൻ പോകുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഒരു നാടിയിൽ നിന്ന് ഒരടവ് വന്നു, എനിക്ക് ഇത്ര കടല വേണമെന്ന് കഴിക്കാൻ, ഈ നിലക്കടല. കാരണം അവസാനത്തെ ആഗ്രഹം മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് തൊട്ട് മുന്നത്തെ ആഗ്രഹം പറയുന്നത് എനിക്ക് ഒരു നാഴിന്നാണ് എന്തൊരു ചെറിയ അളവ് പറയുന്നത്, ആ അളവ് കടല നിലക്കടല കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അത് മേടിച്ച് കൊടുക്കുന്നു, അത് കഴിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ ശ്രദ്ധയാർന്ന ഒരു പുസ്തകം മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയെ മൗണ്ട് ബാറ്റനുമായ ബന്ധത്തെക്കുറിച്ചും മറ്റ് രാജ്യത്തെ നാട്ടുരാജാക്കന്മാരുടെ ജീവിത കഥകളെക്കുറിച്ചും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയ ഈ കഥ ഈ ഒരാൾ അവതരിപ്പിക്കുന്നത് ഞാൻ 1984 40 വർഷം മുമ്പ് അവതരിപ്പിക്കുന്നത് പരസ്പരം അവർ പറയുന്നത് കേട്ട് ആ ഒരു പുസ്തക അവതരണമായിരുന്നു. അത് കേട്ടപ്പോഴാണ് എനിക്ക് ആ പുസ്തകം എന്ന് വായിക്കണമെന്ന് തോന്നിയത്. ആ പുസ്തകം വായിച്ചതിൻ്റെ ഒരു ഫലമുണ്ടായി. എനിക്ക് ഈ ജോലിയുടെ ഒരു ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ജില്ലാ കളക്ടർ ചോദിച്ചു, നിങ്ങൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം വായിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ MA ഹിസ്റ്ററി ആയിരുന്നുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭൂരിഭാഗം യോജിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പറയാം, എന്നാൽ പിന്നെ ആ കാൽഭാഗം വിയോജിക്കുന്നെന്ന് പറയാൻ ഈ 1 സെക്കൻഡ് കൊണ്ട് നമ്മളെങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഉള്ള ചില അവതരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനോട് എനിക്ക് കുറേ യോജിപ്പുണ്ട്. ഇനി അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിച്ചെങ്കിലും അതൊരു പുസ്തക രൂപത്തിൽ അവതരിപ്പിച്ചതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നോട്ടത്തെ പോയെന്നൊക്കെ പറഞ്ഞ് ജില്ലാ എംപ്ലോയി ഓഫീസിൽ കുറേ ആളുകൾ PSCയുടെ ഒരു മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഏകദാനം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ പുസ്തകത്തെക്കുറിച്ച് വായിക്കുവാൻ ഒരാഗ്രഹം ഉണ്ടാകും, അത് ശരിയാണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനപ്പം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ വായിച്ച് ഇവിടെ അവതരിപ്പിക്കണമെങ്കിൽ എനിക്ക് എത്ര മണിക്കൂർ വേണം? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. ഞാൻ സമയം പോയോ? 10 മിനിറ്റായല്ലേ? 2 മിനിറ്റ് പറഞ്ഞിട്ടായി. 2 മിനിറ്റ് പ്ലീസ്. അപ്പം ഞാനൊരു പുസ്തകം അവതരിപ്പിച്ചേക്കാം. ഞാൻ ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പോസ്റ്റ് മാസ്റ്റർ എന്നൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചിട്ടുണ്ട്. കഥയുടെ ഇതിവൃത്യം മറ്റേ കഥാപ്രസംഗക്കാരൻ പറഞ്ഞതുപോലെ കൽക്കത്തയുടെ വിജനമായ ഒരു കുഗ്രാമമാണ് അത്. ആ ബ്രിട്ടീഷുകാരുടെ ആ ഭരണത്തിൻ്റെ കാലത്ത് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓലപ്പര മേഞ്ഞ ആയിരുന്നു. കൽക്കട്ടയുടെ പട്ടണത്തിൻ്റെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്ന ഒരു പോസ്റ്റ് മാസ്റ്ററാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. അയാളുടെ ജീവിതം വളരെ നരകതുല്യമായിരുന്നു. അദ്ദേഹം വളരെ വിഷമിച്ചു. അവിടെ ആളുകളെന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ള ആളുകളും സംസാരിക്കാനൊന്നും ഇല്ലായിരുന്നു. ഒരു നീലം ഫാക്ടറി ജോലി ചെയ്യുന്ന വളരെ ഇന്നത്തെ ഹിന്ദിക്കാർ പോലെയുള്ള ആളുകളായിരുന്നു അവിടെ ഉള്ള. അവരോട് സംസാരിക്കാൻ അത്ര ഒരു നിലവാരം പുള്ളി സൂക്ഷിക്കുന്ന ആളായിട്ട് പുള്ളിക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഭക്ഷണം തന്നെ പാകം ചെയ്ത് കഴിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീതി വരുന്ന ഒരു ഭക്ഷണം
തൻ്റെ ആഹാരമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടി, രത്തൻ എന്നൊരു കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എൻ്റെ വീട്ടിലൊരു പട്ടിയെ കൊണ്ട് താമസിപ്പിച്ചു. ഒരു മെലിഞ്ഞുണങ്ങിയ പട്ടി, കണ്ട കാലം കരഞ്ഞു കൊണ്ടുപോകുന്ന അമ്മ പറയും. അപ്പോൾ ഞാൻ ഷിപ്പു എന്ന് പേരിട്ട്, എന്നത് പേരിട്ട്. അപ്പോഴത്തേനും അമ്മ ഇതിനെ ഷപ്പാന്നാണ് വിളിക്കുന്നത്, ഇത്ര മെലിഞ്ഞിരുന്നിട്ട്. ഏറ്റവും അവസാനം ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ചാച്ച കുറച്ച് എല്ലും ഇറച്ചിയൊക്കെ കൊണ്ടേ കൊടുത്തു, ഭക്ഷണമൊക്കെ നന്നായിട്ട് കൊടുത്തപ്പോഴേ ഈ ഒരു വലിയ രാജയോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മിടുക്കനായൊരു പട്ടി എത്തിയിരുന്നു എന്ന് പറഞ്ഞ മാതിരി ഈ രത്തൻ എന്ന കുട്ടി പഞ്ഞം കിടന്ന് കീറിയ ഉടുപ്പിട്ട് ഇരുന്ന കൊച്ചായിരുന്നു. ആ കൊച്ച് ആ പോസ്റ്റ് മാസ്റ്ററുടെ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മിടുക്കിയൊരു കുട്ടിയായി തീർന്നു. അവൾക്ക് ഈ പോസ്റ്റ് മാസ്റ്റർക്ക് ആരോടും പറയാനില്ലാഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് മാസ്റ്ററുടെ കഥ മുഴുവൻ ഈ കൊച്ചിനോടാണ് പറയുന്നത്. എൻ്റെ അമ്മ, എൻ്റെ പെങ്ങൾ, അനിയന്, അനിയത്തി, എൻ്റെ വീട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം പറയുന്നു. പറഞ്ഞ് ഏറ്റവും അവസാനം ഒരു ദിവസം പോസ്റ്റ് മാസ്റ്റർക്ക് പനി വന്ന് കിടന്ന് ചാകാൻ തുടങ്ങിയപ്പോൾ ആ പോസ്റ്റ് മാസ്റ്ററുടെ അമ്മയായും പെങ്ങളായും വേലക്കാരിയായും എല്ലാമായിട്ട് ആ കുട്ടി അവിടെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കുകയും അദ്ദേഹത്തിന് എന്തും പറയാവുന്ന ആളായി നിൽക്കുകയും വീടിന് പുറത്തിരുന്ന കുട്ടി വീടിനകത്ത് കിടക്കാനും തുടങ്ങി. ഏറ്റവും അവസാനം ഞാൻ ചുരുക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പോസ്റ്റ് മാസ്റ്റർക്ക് സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിട്ട് കിട്ടാത്തതിന് മനം തൊന്ന് അദ്ദേഹം കൽക്കട്ടയിലേക്ക് തിരിച്ചു പോവുകയാണ്. രാവിലെ ഈ രത്തനെ വിളിച്ച് പോസ്റ്റ് മാസ്റ്റർ പറയുകയാണ്, രത്ത എന്നാ ദാദാ, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടിയുടെ സാഹചര്യം മനസ്സിലാവും. ആരുമില്ലാത്ത കുട്ടിക്ക് എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആ കുട്ടി ചോദിക്കുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകുമോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് നല്ല കഥയായി, ഈ കുട്ടിയെ വീട്ടിലോട്ട് നാട്ടിലോട്ട് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞുള്ള സാഹചര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ കുട്ടിക്ക് ഭയങ്കര ദുഃഖമായി പോയി. അപ്പം ആ ദുഃഖങ്ങളും അതിൻ്റെ ആലോചനകളൊക്കെ എനിക്ക് കുറച്ചുകൂടെ വർണ്ണിക്കാമായിരുന്നു, പക്ഷേ സമയം അതിക്രമിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. അവസാനം ഇദ്ദേഹം യാത്ര പോകുന്നതിന് മുമ്പ് പറയുകയാണ്, രത്ത, നിനക്ക് ജീവിക്കാനായിട്ട് കുറച്ച് പൈസ ഇന്നാ, എൻ്റെ വണ്ടിക്കൂലിക്ക് എനിക്ക് മാസം കിട്ടിയ ശമ്പളം മുഴുവൻ നീ എടുത്തു. അവൾ ആ പൈസ അവിടെ ഇട്ടിട്ട് ഇറങ്ങി ഓടി. അവസാനം ആ പാക്കപ്പൽ അല്ലേ, ഈ പായ് കൊണ്ട് ഈ കാറ്റെത്തിക്കൊണ്ട് ചലിച്ചു പോകുന്ന കപ്പലിൽ കയറി അയാൾ പോകാനിരിക്കുകയാണ്. പോകുന്ന സമയത്ത് രത്തൻ ഇപ്പം എന്നെ വിളിക്കും, അദ്ദേഹം വരും, മോളെ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ, നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറയുമെന്ന പ്രതീക്ഷയോടെ രത്തൻ ഇരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അത്രയൊക്കെ മനസ്സലിഞ്ഞില്ല. അന്നേരം കപ്പൽ അനങ്ങാൻ തുടങ്ങി. കാറ്റ് ഒരു ദിശയിലേക്കാണ് കാറ്റ്, അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ഒരു ദിശയിലേക്ക് കാറ്റ് വരുന്ന സമയത്താണ് അവർ ആ സ്ഥലത്തേക്ക് യാത്ര പോകുന്നത്. ആ ദിശയിലേക്കുള്ള കാറ്റ് വീശാൻ തുടങ്ങി, പായ്ക്കപ്പൽ അനങ്ങാൻ തുടങ്ങി. അവസാനം ആ അനങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ കാർമേഘം പോലെ വിഷമമാകുന്നു. ആ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയില്ലേ, അവൾ ഇത്ര നാളും ജീവിച്ചത് എനിക്ക് അവൾ വേണ്ടപ്പെട്ടവളായിരുന്നു, അവളെ കൊണ്ടുപോയാലോ, ഞാൻ ഇറങ്ങട്ടെ, എന്ത് ചെയ്യുന്നുള്ള വളരെ അസ്വസ്ഥമായ ഒരു സമയത്ത് കപ്പലിലേക്ക് കാറ്റ് നന്നായിട്ട് പിടിക്കുകയും കരയിൽ നിന്ന് വളരെ ദൂരേക്ക് കപ്പൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആ കഥ, പോസ്റ്റ് മാസ്റ്റർ എന്ന ഈ കഥ രവീന്ദ്രനാഥ ടാഗോർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സച്ച് പാർട്ടിങ്സ് ആർ ഇന്നെവിറ്റബിൾ ഇൻ ലൈഫ്, സച്ച് പാർട്ടിങ്സ് ആർ ഇന്നെവിറ്റബിൾ ഇൻ ലൈഫ് എന്നാണ് പറഞ്ഞ കഥ പോസ്റ്റ് മാസ്റ്റർ എന്ന ഷോർട്ട് സ്റ്റോറി അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതിനർത്ഥം, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, ചിലപ്പോൾ കാണില്ല, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ സ്വപ്നിച്ച പോലെയൊന്നുമല്ല എൻ്റെ ജീവിതം കിട്ടിയത്. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ജീവിതം എനിക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ആർക്കും നടക്കില്ല. നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളൊന്നും പൂവണിയില്ല. എന്നാൽ നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്ന ഒഴുക്കിൽ നമ്മൾ നമ്മുടെ ജീവിതം കൈപ്പിടിപ്പിക്കുകയും പല പല കാര്യങ്ങളിലൂടെ നടന്നു പോകും. അതുകൊണ്ട് ഈ പാർട്ടിങ്സ്, വേർപാട്, നമുക്ക് വേണ്ടപ്പെട്ടവർ മുഴുവൻ ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്നിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടതെല്ലാം പോയെന്നിരിക്കും. എങ്കിലും ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. നമ്മുടെ വേർപാടെന്ന് പറഞ്ഞാൽ ഇന്നെവിറ്റബിൾ ഇൻ ലൈഫ്, ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്തതാണ് വേർപാട്. ഒരുപാട് വേർപാടും ദുഃഖങ്ങളും ഒരുപാട് സുഖങ്ങളും ഒക്കെ അനുഭവിച്ച ഈ പനമറ്റത്തെ എൻ്റെ പ്രിയപ്പെട്ട, എന്നെക്കായാലും ഒരുപാട് അറിവുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാൻ അവസരം നൽകിയതിന് നന്ദി. നമസ്കാരം.